ഇടുക്കി പരുന്തുംപാറയിൽ 17 ഹെക്ടറോളം സർക്കാർ ഭൂമി കയ്യേറാനുള്ള ശ്രമം നടന്നുവെന്ന് റവന്യൂ മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഭൂമി കയ്യേറ്റത്തിന് റവന്യൂ ജീവനക്കാരുടെ പങ്ക് കണ്ടെത്താനായിട്ടില്ല എന്നും സബ് കളക്ടറുടെ മേൽനോട്ടത്തിൽ 15-അംഗ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നുവെന്നും മന്ത്രി അറിയിച്ചു. സർക്കാർ ഭൂമി അളന്നു തിട്ടപ്പെടുത്താനുള്ള നടപടികൾ നടന്നുവരുന്നതായും പ്രതിപക്ഷ എംഎൽഎമാരുടെ ചോദ്യത്തിന് രേഖാമൂലം മന്ത്രി മറുപടി നൽകി. നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിനുള്ള കണ്ടിജൻസി ചാർജായി 50 ലക്ഷം രൂപ സ്പെഷ്യൽ തഹസിൽദാർക്ക് വകുപ്പ് കൈമാറുകയും ചെയ്തിരുന്നു. പദ്ധതിക്ക് അധിക തുക ആവശ്യമായ ഘട്ടത്തിൽ പുതുക്കിയ ഭരണാനുമതി സർക്കാരിനെ സമീപിച്ചപ്പോൾ 17/2/2025 11.74 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. സർക്കാർ ആവശ്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് കണ്ടിജൻസി ചാർജ് അനുവദിക്കില്ല എന്ന നിബന്ധനയോടെയാണ് പുതുക്കിയ ഭരണാനുമതി നൽകിയത്. അമൽ തേനമ്പറമ്പിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമൽ, പരുന്തുംപാറയിലെ സർക്കാർ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥരാണോ പാറ, അതോ അവിടെ കാണുന്നതാണോ പാറ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചോദിച്ചത്. ഇപ്പോൾ ഭൂമി കയ്യേറ്റത്തിന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒത്താശ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഭൂമി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവർ നിറവേറ്റിയോ എന്നൊരു ചോദ്യം അവിടെയുണ്ടല്ലോ. മധു, പരുന്തുംപാറ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വാർത്ത 3-ാം വട്ടമാണിപ്പോൾ സഭയിലെത്തുന്നത്. കഴിഞ്ഞ 2 വട്ടവും റവന്യൂ മന്ത്രി ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയിരുന്നു. അടിയന്തരപ്രമേയ നോട്ടീസായും ഈ വിഷയം സഭയിലേക്ക് എത്തി. ഇന്നിപ്പോൾ പ്രതിപക്ഷ എംഎൽഎമാരുടെ രേഖാമൂലമുള്ള ചോദ്യത്തിന് മറുപടിയായാണ് മറുപടി റവന്യൂ മന്ത്രി നൽകിയിരിക്കുന്നത്. എന്നെ നെല്ലിക്കുന്ന പി വൈദുള്ള, ടി വി ഇബ്രാഹിം, അതോടൊപ്പം തന്നെ UA ലത്തീഫ് എന്നിവരുടെ ചോദ്യങ്ങൾക്കാണ് റവന്യൂ മന്ത്രിയുടെ മറുപടി ഉള്ളത്. അതായത് പരുന്തുംപാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ഭൂമിയിൽ വ്യാപകമായ കയ്യേറ്റം നടന്നതായി കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ആ മറുപടി എന്ന് പറയുന്നത് 17 ഹെക്ടർ സ്ഥലം കയ്യാല കെട്ടി തിരിച്ച് കയ്യേറാനൊരു ശ്രമം നടന്നിട്ടുണ്ട്. ആ ശ്രമം തടയാനും റവന്യൂ വകുപ്പിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിലെ മറുപടി. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രസ്തുത കയ്യേറ്റത്തിൽ ജീവനക്കാരുടെ സഹായം ലഭിച്ചതായി കണ്ടെത്തിയിട്ടുണ്ടോ, അറിയിക്കാമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഏറ്റവും നിർണായകം. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഈ കയ്യേറ്റത്തിന് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ മറുപടി. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയാതെ എങ്ങനെ ഇങ്ങനെ ഒരു കയ്യേറ്റം നടന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ആ മേഖലയിലുള്ള രാഷ്ട്രീയ നേതാക്കൾ ചോദിക്കുന്നത്. അവിടുത്തെ MLA അടക്കമുള്ളവരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനം ഉന്നയിച്ച് നിയമസഭയിൽ തന്നെ രംഗത്തെത്തിയത് കണ്ടതാണ്. തന്നെ പ്രതികൂട്ടിൽ നിർത്തുന്നതിനുള്ള ഒരു ശ്രമം നടക്കുന്നു, തന്നെ അടക്കം സംശയത്തിന് നിഴൽ നിർത്തി മുന്നോട്ട് പോകുന്നു എന്ന് വാഴൂർ സോമൻ MLA പോലും സ്വന്തം വകുപ്പിലെ മന്ത്രി ഭരിക്കുന്ന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അത്തരമൊരു വിമർശനം ഉയർന്നത്. പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയുള്ള നോട്ടീസിൽ സംസാരിക്കുമ്പോഴും തുടർച്ചയായി റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ച, അവർ ഇതിന് കൂട്ടുന്നത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു പോന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ രേഖാമൂലം മന്ത്രി ഈ വിഷയത്തിൽ മറുപടി നൽകുമ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ളൊരു കൂട്ട് ഈ കയ്യേറ്റത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് റവന്യൂ മന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. ചൊക്രമുടിയിലെ കയ്യേറ്റം, അതോടൊപ്പം തന്നെ പരുന്തുംപാറയിലെ ഭൂമി കയ്യേറ്റം തുടങ്ങിയ വിഷയങ്ങളെല്ലാം റവന്യൂ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ എവിടെയെല്ലാം കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്ന് പരിശോധന നടക്കുന്നു. എന്തെല്ലാം തരത്തിലുള്ള ഭൂനിയമം അനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും രണ്ടായി തിരിച്ചു കാണുന്ന നിലപാടാണ് സർക്കാർ അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് റവന്യൂ മന്ത്രി രേഖാമൂലം പ്രതിപക്ഷ എംഎൽഎമാരുടെ ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുന്നത്.